me Marina Jovi. Again, welcome back to Soren Spicy. Soren Spicyയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിച്ചണിൽ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. അതായത് എസ്പെഷ്യലി കട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ബ്രെഡ് ക്രംസ്. അപ്പോൾ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നാലാണ് നമ്മുടെ കട്ട്ലെറ്റ്സിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചില സമയത്ത് നമ്മൾ കട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവാത്തൊരു കാര്യമാണ് ബ്രെഡ് ക്രംസ്. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ നന്നായിട്ട് റെഡിയാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം, ഏകദേശം 1 മാസത്തോളം നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ബ്രെഡ് ക്രംസ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ. അപ്പോൾ ബ്രെഡ് ക്രംസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 8 പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരികെല്ലാം ഫസ്റ്റ് കട്ട് ചെയ്ത് കളയണം. അപ്പം ഞാനിതിൻ്റെ എല്ലാം അരിക് കട്ട് ചെയ്ത് കളയാൻ പോവാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും സൈഡ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് കട്ട് ചെയ്ത് നല്ല വൈറ്റ് പോർഷൻ മാത്രം എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ സൈഡ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വൈറ്റിഷ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് കിട്ടും. അതും കൂടി എടുക്കുകയാണെങ്കിൽ, ആ സൈഡും കൂടി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബ്രൗൺ കളറായിരിക്കും നമ്മുടെ ബ്രെഡ് ക്രംസിന്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അത് എടുത്ത് വേണമെങ്കിൽ ചെയ്യാം, അത് എടുക്കാതെ വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്ക് ഈ ബ്രെഡുകളെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ നമുക്ക് പൊടിക്കാവുന്ന അത്രയും പൊടിക്കുക. അപ്പം ഞാനിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പം ഞാൻ നമ്മുടെ ബ്രെഡ് എല്ലാം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പിച്ചി പറിച്ച് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് തരി ഉള്ള രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ബ്രെഡ് നമ്മൾ കൈ കൊണ്ട് പൊടിച്ചത് മിക്സിയുടെ ജാറിലോട്ട് എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ പകുതി ബ്രെഡ് പൊടിച്ചത് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായി പോകരുത്, നമ്മൾ ഭയങ്കരമായിട്ട് അരച്ചെടുക്കരുത്. അത്യാവശ്യം തരിയുള്ള രീതിയിൽ തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞ് അത്യാവശ്യം തരിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരിവാണ് വേണ്ടത്. അപ്പോൾ ഞാൻ മുഴുവൻ ബ്രെഡും ഇതേപോലെ നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് അടപ്പത്ത് വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അടപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് കുറച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഈ ബ്രെഡ് പൊടിച്ചത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാൻ ഒരു മീഡിയം ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടില്ല. നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരല്പം ചൂടാകുമ്പോഴേക്കും നമുക്ക് ബ്രെഡ് പൊടിച്ചത് അതിനകത്തോട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരല്പം ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ബ്രെഡ് പൊടിച്ചത് അതിനകത്തോട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇടാൻ പറ്റുമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വരും. അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും. ആ ഒരു പരുവം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണോട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അടി പിടിക്കും. അപ്പോൾ ഒരു ഏകദേശം ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും ഇത് നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ആദ്യം ബ്രെഡ് പൊടിച്ചപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു. അതേപോലെയല്ല, ഇതൊരു അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കളറും മാറിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി. ഈ ഒരു പാകമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ സ്നാക്സും കട്ട്ലറ്റും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു മാസത്തോളമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിനകത്ത് തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ചൂടാറാൻ വെക്കാം.
അപ്പോൾ ഇത്രയുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടാക്കൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എപ്പോഴും കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ നേരത്തെ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ എന്തെങ്കിലും സ്നാക്സോ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് കുറേ നാൾ സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.